Welcome, dear learners, to News Academy, Scientific Officer Biology. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സൈക്കോളജി നോക്കിയിരുന്നു, ദെൻ മൈക്കോളജി, ജനറൽ ഫീച്ചേഴ്സ് നോക്കിയിരുന്നു അല്ലേ? അപ്പൊ എല്ലാവരും അത് പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫംഗൽ. ഫംഗൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഫംഗൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ വെരി ലാർജ് ഗ്രൂപ്പ് ആൻഡ് അതിന്റെ സിസ്റ്റമാറ്റിക് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഒരു അൺസോൾവ്ഡ് പ്രോബ്ലം ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. വേരിയസ് മൈക്കോളജിസ്റ്റ് ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ മെയിൻലി അതിൽ ഫോളോ ചെയ്യുന്നത് ഐൻസ്വർത്തിന്റെ ക്ലാസിഫിക്കേഷനും പിന്നെ അതുപോലെ അലക്സോപോളോസ് ആൻഡ് മിംസിന്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെയാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ക്ലാസിഫിക്കേഷൻസ് ഐൻസ്വർത്ത്, അലക്സോപോളോസ് ആൻഡ് മിംസ്, ബിസ്പിയുടെ ക്ലാസിഫിക്കേഷൻ ഒക്കെയാണ്. അപ്പൊ നമുക്കത് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പം according to the Committee of International Code of Botanical Nomenclature, ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ, ഇന്റർനാഷണൽ റൂൾസ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ, ഓരോരോ കാറ്റഗറിക്ക് ഓരോരോ സ്പെസിഫിക് സഫിക്സ് കൊടുത്തിട്ടുണ്ട്. കിങ്ഡം ഫംഗൈനെ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മൈക്കോട്ട ഫംഗൈ. കിങ്ഡം ഫംഗൈനെ മൈക്കോട്ട എന്നുകൂടെ പറയുന്നുണ്ട്. അപ്പൊ ഡിവിഷൻ ഷുഡ് ഓൾവേസ് എൻഡ് ഇൻ മൈക്കോട്ട. മൈക്കോട്ട എന്നാണ് എൻഡ് ചെയ്യേണ്ടത്. Okay, mycota. See, this is mycota. And division കഴിഞ്ഞ next category is ഏതാണ്? After division, you can see subdivision. Subdivision എന്ത് ചെയ്യേണ്ടത് മൈക്കോട്ടീന. ഫോർ എക്സാമ്പിൾ കിങ്ഡം ഫംഗൈ നമ്മൾ എടുക്കുകയാണെങ്കിൽ കിങ്ഡം ഫംഗൈ അതിന്റെ ഒരു ഡിവിഷൻ എടുക്കുകയാണെങ്കിൽ യു മൈക്കോട്ട എന്ന് പറയുന്നത് ഒരു ഡിവിഷൻ ആണ്. ആൻഡ് സബ്ഡിവിഷൻ എങ്ങനെയാ എൻഡ് ചെയ്യണം എന്ന് പറഞ്ഞത് ഇറ്റ് ഷുഡ് ബി എൻഡ് ഇൻ സഫിക്സ് മൈക്കോട്ടീന. ഫോർ എക്സാമ്പിൾ ബെസീഡിയോ മൈക്കോട്ടീന, ആസ്കോ മൈക്കോട്ടീന, മാസ്റ്റിഗോ മൈക്കോട്ടീന, അങ്ങനെ മൈക്കോട്ടീന എന്ന് പറയുന്ന സഫിക്സിലാണ് എൻഡ് ചെയ്യേണ്ടത് സബ്ഡിവിഷൻ. ആൻഡ് ക്ലാസസ്, നെക്സ്റ്റ് കാറ്റഗറി ഈസ് ക്ലാസസ്. ക്ലാസസ് ഷുഡ് ഓൾവേസ് എൻഡ് ഇൻ മൈസെറ്റസ്. MYCETES, മൈസിറ്റിസ് എന്നുള്ള സഫിക്സിലാണ് എൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ബെസീഡിയോമൈസിറ്റിസ്, ആസ്കോമൈസിറ്റിസ്, അങ്ങനെ ടീലിയോമൈസിറ്റിസ്, മൈസിറ്റിസ് എന്നാണ് എൻഡ് ചെയ്യേണ്ടത് സഫിക്സ്. ആൻഡ് സബ് ക്ലാസസ് ഷുഡ് ഓൾവേസ് എൻഡ് ഇൻ മൈസിറ്റിഡെ. MYCETIDAE കണ്ടില്ലേ, മൈസിറ്റിഡെ. അപ്പൊ ഇറ്റ് ഷുഡ് ഓൾവേസ് സബ് ക്ലാസ് എൻഡ് ചെയ്യേണ്ടത് മൈസിറ്റിഡെ. ആൻഡ് order should always ends in ales, ALES, ales-ലാണ് എൻഡ് ചെയ്യേണ്ടത്, യൂറിഡേൽസ്. എക്സാമ്പിൾ ഇപ്പൊ ഫാമിലി ആണെങ്കിൽ നോർമലി ബാക്കി എല്ലാ ആൻജിയോസ്പോംസിലൊക്കെ ഉള്ള പോലെ തന്നെ ACEE, EAE, ACA, പക്ഷീന ACA എന്ന് പറയുന്ന പോലെ. ഓക്കെ, അപ്പം ഇത് പഠിച്ചേക്കുക. അപ്പം കാറ്റഗറീസ്, അതിന്റെ സിസ്റ്റമാറ്റിക് ആയിട്ട് കാറ്റഗറീസും അതിന്റെ സഫിക്സസും. ഓക്കെ, അപ്പൊ കിങ്ഡം ഫംഗൈ അതിന്റെ നെക്സ്റ്റ് കാറ്റഗറിയാണ്. കിങ്ഡം കഴിഞ്ഞാൽ അടുത്ത കാറ്റഗറി ഡിവിഷൻസ്, ആഫ്റ്റർ ദാറ്റ് സബ് ഡിവിഷൻ, ക്ലാസ്, സബ് ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, ദെൻ സ്പീഷീസ്. ഓക്കെ, അപ്പം കിങ്ഡം ഷുഡ് ഓൾവേസ് എൻഡ് ഇൻ മൈക്കോട്ട, കിങ്ഡം ഫംഗൈ എന്ന് പറയുന്നത് കിങ്ഡം മൈക്കോട്ട. അപ്പൊ സബ്ഡിവിഷൻ ഷുഡ് ഓൾവേസ് എൻഡ് ഇൻ മൈക്കോട്ടീന. ആൻഡ് ക്ലാസസ് മൈസെറ്റസ്, സബ് ക്ലാസസ് മൈസെറ്റിഡെ, ഓർഡർ ഏൽസ്, ഫാമിലി ACA. ഓക്കെ, ദെൻ നെക്സ്റ്റ് you can see കിങ്ഡം ഫംഗൈയുടെ ക്ലാസിഫിക്കേഷൻ. അപ്പൊ സെവറൽ സ്കീംസ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് ഫംഗൽ ക്ലാസിഫിക്കേഷന്.
അപ്പൊ അതിൽ ആദ്യത്തെ, സോറി ഇത് സ്ലൈഡ് നീങ്ങുന്നില്ല. ഓക്കെ, കിങ്ഡം ഫംഗൈന്റെ ക്ലാസിഫിക്കേഷൻ. കിങ്ഡം ഫംഗൈ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇസ് മൈസീലിയം യൂഷ്വലി അസെപ്റ്റേറ്റ് മൈസീലിയ ഉള്ളതും സെപ്റ്റേറ്റ് മൈസീലിയ ഉള്ളതും. ഓക്കെ, septate mycelium and with aseptate mycelium. And aseptate mycelium possessing mycota, myxomycota. Mycota, that is myxomycota. It is divided into two divisions. Fungi, രണ്ട് division ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. മൈസീലിയം containing aseptate mycelium, mostly myxomycota, and mycelium septate mycelium ഉള്ള ഡിവിഷൻ ആണ് Eumycota. ഓക്കെ, Eumycota. അപ്പൊ ഈ അസെപ്റ്റേറ്റ് മൈസീലിയം ഉള്ളതിനെ വീണ്ടും സബ്ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു Phycomycetes. That is mycelium absent or rudimentary, and mycelium is well developed mycelium ഉള്ളതും. അപ്പൊ മൈസീലിയം ആബ്സെന്റ് ആയിട്ടുള്ളതും മൈസീലിയം വെൽ ഡെവലപ്ഡ് മൈസീലിയം ഉള്ളതും. ഇതിന്റെ എക്സാമ്പിൾസ് ആണ് പഠിച്ചേക്കേണ്ടത്. അപ്പൊ അതില് മൈസീലിയം ആബ്സെന്റ് അല്ലെങ്കിൽ റുഡിമെന്ററി മൈസീലിയം കാണുന്നതിന്റെ എക്സാമ്പിൾസ് ആണ് സിൻകൈട്രിയം. ഓക്കെ, ആർക്കിമൈസിറ്റസില് സിൻകൈട്രിയം ആണ് എക്സാമ്പിൾ. സിൻകൈട്രിയം, ഓൾപീഡിയം. Then next, Phycomycetesile mycelium, well developed mycelium ഉള്ള ഫോംസ്. അതില് it is well developed mycelium ഉള്ളത്, it is again subdivided into two, those containing sexual reproduction with dissimilar gametes, and those with sexual reproduction by which produces similar gametes. അതായത് സിമിലർ ഗാമീറ്റ്സ് എന്ന് പറയുന്നത് സൈഗോസ്പോർ ഉണ്ടാവുന്നു, ആൻഡ് ഡിസിമിലർ ഗാമീറ്റ്സ് എന്ന് പറയുന്നത് ഊസ്പോർ ഉണ്ടാവുന്നു. ഊസ്പോർ എന്ന് പറയുന്നത് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ്സ്, ഒന്ന് വലുതും ഒന്ന് ചെറുതുമായിരിക്കും. അപ്പം ഡിസിമിലർ ഗാമീറ്റ്സ് ആയിരിക്കും ഉണ്ടാവുന്ന ഊസ്പോർ ഫോം ചെയ്യുന്നത്. മറ്റേത് സിമിലർ ഗാമീറ്റ്സ് ഉള്ളത് ഊസ്പോർ ഫോം ചെയ്യുന്നത് ഊമൈസിറ്റസ്. എക്സാമ്പിൾ ഊമൈസിറ്റസ്. Then സൈഗോസ്പോർ ഫോം ചെയ്യുന്നത് സൈഗോമൈസിറ്റസ്. സൈഗോമൈസിറ്റസ്. ഊമൈസിറ്റസിന് എക്സാമ്പിൾ ആണ് പിത്തിയം, പിത്തോഫോറ, സാപ്രോലെജീന എക്സെട്ര. ഓക്കെ, ഊമൈസിറ്റസ് എക്സാമ്പിൾസ് പഠിച്ചേക്കുക. പിത്തിയം, പിത്തോഫോറ, സാപ്രോലെജീന, അതെല്ലാം ഏതിലാണ് വരുന്നത്? ഊമൈസിറ്റസ് ഫംഗസിൽ വരുന്നതാണ്. സൈഗോമൈസിറ്റസിൽ വരുന്നതാണ് മ്യൂക്കർ റൈസോപ്പസ്. ആൻഡ് മ്യൂക്കസ് കംസ് അണ്ടർ സൈഗോമൈസിറ്റസ്, ക്ലാസ് സൈഗോമൈസിറ്റസ്. ഊമൈസിറ്റസിൽ വരുന്നതാണ് പിത്തിയം, പിത്തോഫോറ, സാപ്രോലെജീന. ഓക്കെ, so that's all about the Phycomycetes. പിന്നെ സെപ്റ്റേറ്റ് മൈസീലിയം ഉള്ളതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അപ്പം that is first classification is they are mainly classified based on the characteristic features of spores. അപ്പൊ ഈ സെപ്റ്റേറ്റ് മൈസീലിയത്തിൽ എങ്ങനത്തെ സ്പോർസ് ആണ് ഉണ്ടാവുന്നത് അതനുസരിച്ചിട്ടാണ് they are classified. അപ്പൊ ആദ്യത്തെ ഇതില് സ്പോർസ് ആർ ആസ്കോസ്പോർസ് ഉണ്ടാവുന്നത്. രണ്ടാമത്തത് സ്പോർസ് ആർ ബെസീരിയോസ്പോർസ്. മൂന്നാമത്തത് ആസ്കോസ്പോർസും ബെസീരിയോസ്പോർസും ആബ്സെന്റ് ആണ്, എന്ന് വെച്ചാൽ സ്പോർസ് ഉള്ള ഫോംസ് കാണുന്നില്ല. ഓക്കെ, അപ്പം അങ്ങനെ ക്ലാസിഫിക്കേഷൻ ആണ് കാണുന്നത്. അപ്പൊ അങ്ങനത്തെയുള്ള ക്ലാസസിനെ സബ്ഡിവിഷനെ അഗെയിൻ ദേ ആർ ഡിവൈഡഡ് ഇൻ ടു ക്ലാസ്. ആസ്കോസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ comes under the class Ascomycetes. Comes under the class Ascomycetes. Those producing ascospores comes under Ascomycetes, and those produce basidiospores comes under the class Basidiomycetes. And ആസ്കോസ്പോർസും ബെസീരിയോസ്പോർസും ഫോം ചെയ്യാത്ത ഫംഗസിനെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇൻ ദ ക്ലാസ് ഫംഗൈ ഇംപെർഫെക്റ്റ്. ഓക്കെ, ഫംഗൈ ഇംപെർഫെക്റ്റ് സ്പോർസ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പൊ ആസ്കോമൈസിറ്റസില് ദേ ആർ അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു ദി സബ് ക്ലാസ്
Plectomycetes, Discomycetes, Pyranomycetes, അങ്ങനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതില് ഈ ആസ്കോകാർപ്പ്, അതായത് ഫ്രൂട്ടിംഗ് ബോഡിയുടെ ഷേപ്പ് അനുസരിച്ചിട്ട് വെദർ ദ ആസ്കോകാർപ്പ് ഇസ് റൗണ്ടഡ് ആണെങ്കിൽ അങ്ങനെ റൗണ്ടഡ് ആസ്കോകാർപ്പ് കാണുന്നതാണ് എവിടെയൊക്കെയാണ്? പെൻസീലിയം, എരിസൈഫെ, സെക്കാറോമൈസസ്, ഇതിലെല്ലാം പെൻസീലിയം, എരിസൈഫെ, സെക്കാറോമൈസസ് എക്സാമ്പിൾസ് ആണ്. അതിൽ ഇമ്പോർട്ടന്റ് ആസ്കോകാർപ്പ് ഇസ് റൗണ്ടഡ് ഇൻ പെൻസീലിയം, സെക്കാറോമൈസസ് എന്ന് പറയുന്നത് ഈസ്റ്റ്, എരിസൈഫെ. അവിടെ ആസൈ ഇൻ ആസ്കോകാർപ്പ് ഇസ് irregularly arranged and rounded. ആസ്കോകാർപ്പ് സോസർ ഷേപ്ഡ് ആണ്. ഏതിലാണ്? പെസൈസ, ആസ്കോബോളസ്, അവിടെയെല്ലാം ആസ്കോകാർപ്പ് സോസർ ഷേപ്ഡ് ആണ്. അപ്പൊ ആസ്കോമൈസെറ്റസ് ഫംഗസിന് എക്സാമ്പിൾ ആണ് ഈ പറയുന്ന സെക്കാറോമൈസസ്, പെൻസീലിയം, എരിസൈഫെ, പെസൈസ, ആസ്കോബോളസ്, ഹെൽവിയ, സൈലേറിയ, ക്ലാവിസെപ്സ്. ഓക്കെ, അപ്പം ഇത്രയും കുറച്ച് ഫംഗസിന്റെ പേര് പഠിച്ചേക്കുക, വിച്ച് ആർ കമ്മിങ് അണ്ടർ ആസ്കോമൈസെറ്റസ്. കമ്മിങ് അണ്ടർ ദ ക്ലാസ് ആസ്കോമൈസെറ്റസ്. ഇതിനെ വീണ്ടും സബ് ഡിവൈഡ് ചെയ്തിരിക്കുന്ന based on the that is position of ആസ്കോകാർപ്പ്. അതിന്റെ ഫ്രൂട്ടിംഗ് ബോഡി എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്, അതിന്റെ ഷേപ്പ് എങ്ങനെയാണ്, അതനുസരിച്ചിട്ട്. അപ്പൊ ഇതിന്റെ റീപ്രൊഡക്ഷൻ, അതിന്റെ ടിപ്പിക്കൽ ക്ലാസ് നോക്കുമ്പോൾ ഇതിന്റെ സ്ട്രക്ചേഴ്സ് ഒക്കെ നമുക്ക് വീണ്ടും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നെക്സ്റ്റ് ക്ലാസ് Basidiomycetes. It is again subdivided into two, that is based on the number of basidiospores and number of basidiospores definite ആണോ ഇൻഡെഫിനിറ്റ് ആയിട്ടാണോ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതെന്ന്. അപ്പൊ ഇൻഡെഫിനിറ്റ് basidiospores are produced in Eustylago, Teleatia, etc. Okay, Hemibasidiomycetes. And definite number of basidiospores are produced in Puccinia, Agaricus, Polyporus, Palus, etc. അപ്പൊ ഇവിടെ ഈ പക്സീനിയയില് സെപ്റ്റേറ്റ് ബെസീഡിയം ആണ് കാണുന്നത്. ആൻഡ് പോളിപോറസ്, അഗാരിക്കസിലെല്ലാം ബെസീഡിയം നോൺ സെപ്റ്റേറ്റും ആണ്, കണ്ടിന്യൂസും ആണ്. ഓക്കെ, സെപ്റ്റേറ്റ് ബെസീഡിയം കാണുന്നത് ഇൻ പ്രോട്ടോബെസിഡിയോമൈസെറ്റസ് ആൻഡ് ബെസീഡിയം ഇസ് നോട്ട് സെപ്റ്റേറ്റ് ഇൻ ഓട്ടോബെസിഡിയോമൈസെറ്റസ്. ഓക്കെ, അപ്പം ഇങ്ങനെ ഉള്ള ക്ലാസിഫിക്കേഷൻ ആണ് ദാറ്റ് ഈസ് ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ കമ്മിറ്റി സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, then next we can see the classification proposed by Ainsworth. For more കുറച്ചുകൂടെ നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ വാസ് പ്രപ്പോസ്ഡ് ബൈ Ainsworth. അപ്പം he included all fungi. എങ്ങനെ? ഏതിലും എല്ലാ ഫംഗസിനും he included under kingdom Mycota. മൈക്കോട്ടയിലാണ്. അപ്പൊ അതിന്റെ ഔട്ട്ലൈൻ ഒന്ന് എങ്ങനെയാന്ന് നോക്കാം. Kingdom fungi is also known as kingdom Mycota. Okay, kingdom Mycota, it is subdivided into two divisions. First one is Myxomycota, division Myxomycota, and the second division is division Eumycota. അപ്പോൾ division Myxomycota എന്ന് പറയുന്നത് it is also known as slime fungi. Okay, Myxomycota എന്ന് പറയുന്നത് it is the slime fungi. This is the Myxomycota, slime fungi ആണ്. Then next one is Eumycota. Eumycota എന്ന് പറയുന്നത് it is true fungi. അപ്പം മിക്സോമൈക്കോട്ടയിലെ ഇങ്ങനെ പ്ലാസ്മോഡിയം പോലെ ഉള്ള ഫംഗസ് ആണ് കാണുന്നത്. എക്സാമ്പിൾ സ്ലൈം മോൾസ് ഒക്കെ കാണുന്നില്ലേ, അതെല്ലാം കമ്മിങ് അണ്ടർ മിക്സോമൈക്കോട്ട. പ്ലാസ്മോഡിയം ഫോംസ്, സ്യൂഡോപ്ലാസ്മോഡിയം അങ്ങനെയുള്ളതെല്ലാം കാണുന്നത് മിക്സോമൈക്കോട്ടയിലാണ്. ആൻഡ് ഇൻ യൂമൈക്കോട്ട സ്യൂഡോപ്ലാസ്മോഡിയം അല്ലെങ്കിൽ പ്ലാസ്മോഡിയം ഫോംസ് ഒക്കെ ആബ്സെന്റ് ആണ്. ദാറ്റ് ഈസ് യൂമൈക്കോട്ട. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ട്രൂ ഫംഗൈ. ഓക്കെ, മിക്സോമൈക്കോട്ടയില് വീണ്ടും 4 ക്ലാസ്സസ് ആണ് ഉള്ളത്. That is Ascaromycetes, then Ascaromycetes, then Hydromyxomycetes. Second one is Hydromyxomycetes. Then third one is Myxomycetes.
And fourth one is Plasmodiophoромycetes. This fourth one is Plasmodiophoромycetes. അപ്പൊ ആദ്യത്തേത് അസ്കാരിയോസോമൈറ്റസിസ്. അതില് എങ്ങനെയാണ് ഇറ്റ് ഇസ് കമ്മിങ് അണ്ടർ മിക്സോമൈക്കോട്ട അല്ലെ? മിക്സോമൈക്കോട്ടയാണ് വരുന്നത്. അപ്പം ഈ മിക്സോമൈക്കോട്ടയില് സ്ലൈമോൾസിനെ പോലെയുള്ളതാണെന്ന് പറഞ്ഞു. സെല്ലുലാർ സ്ലൈമോൾസ് ആണ് ഈ വരുന്നത്. Free living assimilatory phase of amoebae unites as pseudoplasmodium before reproduction. അതായത് അസിമിലേറ്റീവ് ഫേസ് എന്ന് പറയുന്ന ഫ്രീ ലിവിംഗ് ആണ്. ഫ്രീ ലിവിംഗ് ഫേസ് ആണ് കാണുന്നത്. ആൻഡ് അമീബോയ്ഡ് ഫേസും കാണുന്നുണ്ട്. അപ്പൊ റീപ്രൊഡക്ഷൻ എത്തുന്നതിന് മുമ്പ് അതെല്ലാം കൂടെ അഗ്രിഗേറ്റ് ചെയ്തിട്ട് ഒരു സ്യൂഡോപ്ലാസ്മോഡിയം ഫോം ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, റീപ്രൊഡക്ഷൻ എത്തുന്നതിന് മുമ്പ് ഇതെല്ലാം കൂടി ചേർന്ന് ഒരു എന്തായി മാറുന്നത്? സ്യൂഡോപ്ലാസ്മോഡിയം ഫോം ചെയ്യുന്നതാണ്. അപ്പൊ അതാണ് യു ക്യാൻ സി ഇൻ ദി ഫസ്റ്റ് ക്ലാസ് അക്രാസിയോമൈസെറ്റസിൽ കാണുന്നത്. ദെൻ സെക്കൻഡ് ക്ലാസ് ആണ് ഹൈഡ്രോമിക്സോമൈസെറ്റസ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ലാബ്രിന്ത്യുവൽസ്. അപ്പൊ ഇതില് പ്ലാസ്മോഡിയം എന്ന് പറയുന്ന ഒരു സ്ലൈമി നെറ്റ്വർക്ക് പോലെ കാണുന്നതാണ്. പ്ലാസ്മോഡിയം പ്രസന്റ് ആണ്, നെറ്റ്വർക്ക് ഓഫ് പ്ലാസ്മോഡിയം. അപ്പൊ ഈ ലാബ്രിന്ത്യുവൽസ് അല്ലെങ്കിൽ ഹൈഡ്രോമിക്സോമൈസെറ്റസില് മോസ്റ്റ് ഓഫ് ദി മെമ്പേഴ്സ് ആർ മറൈൻ ഫോംസ് ആണ് കാണുന്നത്. ഇതില് മറൈൻ ഫോംസ് ആണ് കാണുന്നത്. ആൻഡ് ദ തേർഡ് വൺ ഇസ് മിക്സോമൈസെറ്റസ്. മിക്സോമൈസെറ്റസ് എന്ന് പറയുന്നതില് ഹിയർ ദ മെമ്പേഴ്സ് ആർ ട്രൂ അല്ലെങ്കിൽ ഫ്രീ ലിവിംഗ് ഫോംസ് ആണ്. സാപ്രോഫൈറ്റിക് പ്ലാസ്മോഡിയം ആണ് അവിടെ കാണുന്നത്. ക്ലിയർ? മിക്സോമൈസെറ്റസ് ഫോംസിലെ മിക്സോമൈസെറ്റസ്. ആൻഡ് ദ ഫോർത്ത് വൺ ഇസ് പ്ലാസ്മോഡിയോഫോറോമൈസെറ്റസ്. പ്ലാസ്മോഡിയോഫോറോമൈസെറ്റസ്, പ്ലാസ്മോഡിയം അറിയാലോ, പ്ലാസ്മോഡിയം പാരസൈറ്റിക് ഫോം ആണ്. അപ്പൊ പ്ലാസ്മോഡിയം അപ്പൊ ഇറ്റ് ഈസ് അപ്പൊ ഇങ്ങനെയുള്ളതെല്ലാം പാരസൈറ്റിക് ആയിരിക്കും വിത്തിൻ ദി ഹോസ്റ്റ് സെൽസ്. ഹോസ്റ്റ് സെൽസിൽ പാരസൈറ്റിക് ഫോംസ് ആയിട്ടാണ് കാണുന്നത്. അപ്പൊ അതാണ് ഡിവിഷൻ മിക്സോമൈക്കോട്ടയുടെ 4 ക്ലാസ്സസ്. ഈ 4 ക്ലാസ്സസ് അക്കാരിയോസോമൈസെറ്റസ്, ഹൈഡ്രോമിക്സോമൈസെറ്റസ്, മിക്സോമൈസെറ്റസ് ആൻഡ് പ്ലാസ്മോഡിയോഫോറോമൈസെറ്റസ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? Then next division is Eumycota. Eumycota or true fungus. It is subdivided into 5 subdivisions. And okay, Eumycota is subdivided into 5 subdivisions. The first one is Mastigomycotina. Second one is Zygomycotina. Third one Ascomycotina. Fourth one Basidiomycotina. And the fifth one is Deuteromycotina. Clear? അപ്പൊ ഇത് ഏതൊക്കെയാണ്? മാസ്റ്റിഗോമൈക്കോട്ടിന, സൈഗോമൈക്കോട്ടിന, ആസ്കോമൈക്കോട്ടിന, ബെസിഡിയോമൈക്കോട്ടിന ആൻഡ് ഡ്യൂട്ടീരിയോമൈക്കോട്ടിന. അങ്ങനെ 5 സബ്ഡിവിഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏത് ഡിവിഷൻ യൂമൈക്കോട്ട. ക്ലിയർ? അപ്പൊ ഈ യൂമൈക്കോട്ട അതിൽ വരുന്ന ആദ്യത്തെ സബ്ഡിവിഷൻ മാസ്റ്റിഗോമൈക്കോട്ട. അപ്പൊ ഈ മാസ്റ്റിഗോമൈക്കോട്ടയുടെ ക്യാരക്ടേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ സൂസ്പോസ് പ്രസന്റ് ആണ്, പെർഫെക്റ്റ് സ്റ്റേറ്റ് സ്പോർസ് ആണ്, ഊസ്പോസ് ആണ് ഇവിടെ കാണുന്നത്. ഊമൈസെറ്റസ് ഫംഗൈ ഇസ് കമ്മിങ് അണ്ടർ മാസ്റ്റിഗോമൈക്കോട്ട. അപ്പൊ മാസ്റ്റിഗോമൈക്കോട്ട വീണ്ടും 3 ക്ലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ്? മാസ്റ്റിഗോമൈക്കോട്ട is again divided into 3 classes. First one is Chytridiomycetes, second one Hypochytridiomycetes, and third one Oomycetes. Important ആണ് ഈ ക്ലാസ്സസ്, സബ്ഡിവിഷനും ക്ലാസ്സസും. ഈ ഒരു ക്ലാസിഫിക്കേഷൻ പഠിക്കണം. പ്രപ്പോസ്ഡ് ബൈ ഐൻസ്വർത്തിന്റെ ക്ലാസിഫിക്കേഷൻ. അപ്പൊ അതിന്റെ 2 ഡിവിഷൻ, ആ 2 ഡിവിഷനിലെ ആദ്യത്തെ തന്നെ that is Myxomycota. Myxomycota is again divided into 4 classes, and division Eumycota is divided into 4
5 subdivisions. അതിൽ ഓരോ സബ്ഡിവിഷൻസിൽ എത്രണ്ണമാണുള്ളത്, ഏതൊക്കെയാണെന്നുള്ളതും പഠിക്കാനുണ്ട്. പിന്നെ അതിന്റെ എക്സാമ്പിൾസ്. അപ്പൊ ഇത്രയും ഒരു ക്ലാസിഫിക്കേഷൻ പഠിച്ചാൽ മതി. പിന്നെ ബാക്കിയൊക്കെ ഇത് ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ് വരുന്നത്. ചെറിയ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുള്ളൂ. അത് അത്രേ. ഇപ്പൊ ഒരു ക്ലാസിഫിക്കേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം എല്ലാം പഠിച്ചു. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ഡിവിഷൻ മാസ്റ്റിഗോമൈക്കോട്ടയുടെ ക്ലാസസ്. ഫസ്റ്റ് വൺ ഏതാ പറഞ്ഞത്? കൈട്രിഡിയോമൈസെറ്റസ്. കൈട്രിഡിയോമൈസെറ്റസ്, ഈ കൈട്രിഡിയോമൈസെറ്റസ് എന്ന് പറയുന്നതിൽ യൂണിസെല്ലുലാർ സൂസ്പോസ് ഫോംസ് ഒക്കെയാണ് കാണുന്നത്. സൂസ്പോസിലാണെങ്കിൽ ഫ്ലജല്ല കാണുന്നുണ്ട്, വിപ്ലാഷ് ടൈപ്പ് ഓഫ് ഫ്ലജല്ല കാണുന്നുണ്ട്. ആൻഡ് സെക്കൻഡ് വൺ ഇസ് ഹൈപ്പോകൈട്രിഡിയോമൈസെറ്റസ്. ഹൈപ്പോകൈട്രിഡിയോമൈസെറ്റസിൽ എങ്ങനെയാണ്? ദിസ് ഇസ് ഓൾസോ യൂണിസെല്ലുലാർ ആണ്. സൂസ്പോസ് വിത്ത് ഫ്ലജല്ലാർ ഫോംസ്. കൈട്രിഡിയോമൈസെറ്റസിൽ പോസ്റ്റീരിയർ ഫ്ലജല്ലയാണ്, ഹൈപ്പോകൈട്രിഡിയോമൈസെറ്റസിൽ ആന്റീരിയർ ഫ്ലജല്ലയാണ്. ഓക്കെ, ആന്റീരിയർ ഫ്ലജല്ല. ആദ്യത്തേതിൽ വിപ്ലാഷ് ആണെങ്കിൽ ഇവിടെ ടിൻസൽ ടൈപ്പ് ഓഫ് ഫ്ലജല്ലയാണ് കാണുന്നത്. ആൻഡ് ഊമൈസെറ്റസിൽ യൂഷ്വലി എന്താണ് മൈസീരിയൽ ഫോംസ്, സൂസ്പോസ് കാണുന്നുണ്ട്. 3 എണ്ണത്തിലും സൂസ്പോസ് കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ സൂസ്പോസ് ദേ ആർ ബൈഫ്ലജല്ലേറ്റ് with posterior whiplash flagellum and anterior tinsel type of flagellum. ഊമൈസെറ്റസിൽ രണ്ടും കാണുന്നുണ്ട്. posterior whiplash flagellum and anterior tinsel type of flagellum കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ these are the 3 classes. കൈട്രിഡിയോമൈസെറ്റസിൽ ഫ്ലജല്ല പോസ്റ്റീരിയർ, ഹൈപ്പോകൈട്രിഡിയോമൈസെറ്റസിൽ ഫ്ലജല്ല ആന്റീരിയർ ടിൻസൽ ടൈപ്പ് ആണ്, ആൻഡ് ഊമൈസെറ്റസിൽ പോസ്റ്റീരിയർ ആന്റീരിയർ വിപ്ലാഷ് ടിൻസൽ ടൈപ്പ് കാണുന്നുണ്ട്. ഓക്കെ, then next subdivision is subdivision Zygomycotina. Zygomycotina zoospores are absent. Zygomycotinയിൽ zoospores absent ആണ്. perfect stage spores that is zygospores ആണ് Zygomycotina. അപ്പൊ അവിടെ ഏതാണ്? Zygospores ആണ് പ്രസന്റ് ആയിരിക്കുന്നത്. 2 ക്ലാസ്സസ് ആണ് ഉള്ളത്, Zygomycetes and Trichomycetes. First one is Zygomycetes. Zygomycetes mycelium is embedded in the host tissue. ഹോസ്റ്റ് ടിഷ്യൂസിൽ എംബഡഡ് ചെയ്തിട്ടായിരിക്കുന്നത് യൂഷ്വലി സ്പോറോഫൈറ്റിക് അല്ലെങ്കിൽ പാരസൈറ്റിക് ഫോംസ് ആയിരിക്കും ഈ സൈഗോമൈസെറ്റസ് സ്പഞ്ചസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് ട്രൈക്കോമൈസെറ്റസ്. ട്രൈക്കോമൈസെറ്റസ് എന്ന് പറയുന്നത് ഇവിടെ മൈസീലിയം ഹോസ്റ്റ് ടിഷ്യൂവിൽ എംബഡഡ് ചെയ്തിട്ടല്ല കാണുന്നത്. ഓക്കെ, ആദ്യത്തേതിൽ മൈസീലിയം വിൽ ബി എംബഡഡ് ഇൻ ദി ഹോസ്റ്റ് ടിഷ്യൂ, ആൻഡ് ഇൻ ട്രൈക്കോമൈസെറ്റസിൽ മൈസീലിയം will not be embedded in the host tissue. It may be parasitic or parasitic forms ആണ് കൂടുതലും കാണുന്നത്. ട്രൈക്കോമൈസെറ്റസിൽ ആർത്രോപോഡ്സിലാണ് പാരസൈറ്റേറ്റ്സ് കാണുന്നത്. ക്ലിയർ? Then next subdivision, മൂന്നാമത്തെ സബ്ഡിവിഷൻ ഏതാന്ന് പറഞ്ഞിരുന്നത്? Ascomycotina. അപ്പം ഹിയർ Ascomycotina zoospores are absent ആണ്. perfect stage spores ആണ് കാണുന്നത്. അത് ascospores are seen. Ascomycetes. But here it is divided into 6 classes. 6 classes ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് Ascomycotina subdivision. First class is heavy Ascomycetes. Here assay are naked. ഹെമിയാസ്കോമൈസെറ്റസിൽ ആസേ അങ്ങനെയാണ്, നേക്കഡ് ആണ്, നോ ആസ്കോകാർപ്പ്. ആസ്കോജീനസ് ഹൈഫ ഒന്നും കാണില്ല, ആസ്കോകാർപ്പ് ഇല്ല എന്ന് വെച്ചാൽ ഫ്രൂട്ടിംഗ് ബോഡി ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടില്ല. ആസ്കോജീനസ് ഹൈഫ ഒന്നും കാണുന്നില്ല. ആൻഡ് സെക്കൻഡ് വൺ ഇസ് ലോക്കുലോ ആസ്കോമൈസെറ്റസിൽ ഇവിടെ ആസേ പ്രസന്റ് ആണ്. ആസേ ആർ ബൈക്യൂനിക്ലേറ്റ്. അത് വെച്ചാൽ ആസ്കോകാർപ്പ് ആസ്കോസ്ട്രോമ ഒരു ഫ്രൂട്ടിംഗ് ബോഡി പോലെ ഡെവലപ്പ് ചെയ്ത് വരുന്നു. അപ്പൊ അതിലാണ് ആസ്കോകാർപ്പ് കാണുന്നത്. ഓക്കെ, then third one Plectomycetes. Here Plectomycetes ഇവിടെ ആസൈ എങ്ങനെയാന്ന് വെച്ചാല് യൂണിറ്റ്യൂണിക്കേറ്റ്.
ഇതിന് മുന്നത്തെ ബൈറ്റ്യൂണിക്കേറ്റ് ആണെന്ന് പറഞ്ഞു, ഇവിടെ ആസയാർ യൂണിറ്റ്യൂണിക്കേറ്റ്. അപ്പൊ ഫ്രൂട്ടിംഗ് ബോഡി ഉണ്ടായിട്ടുണ്ട്, ഏകദേശം ഒരു ഫ്രൂട്ടിംഗ് ബോഡി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ ഫ്രൂട്ടിംഗ് ബോഡി ഏസ് ഓഫ് എങ്ങനെയുള്ളതാണ്? ക്ലീസ്റ്റോത്തീഷ്യൻ ടൈപ്പ് ഓഫ് ഫ്രൂട്ടിംഗ് ബോഡിയാണ് ഇവിടെ കാണുന്നത്. Then fourth one is Labellobeniomycetes. Fruiting body is ഇവിടെ ഫ്രൂട്ടിംഗ് ബോഡി കാണുന്നുണ്ട്. ഫ്രൂട്ടിംഗ് ബോഡി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പെരിത്തീഷ്യം ടൈപ്പ് ആണ് കാണുന്നത്. അപ്പൊ മോസ്റ്റ് ഓഫ് ദ ഫോംസ് ആർ പാരസൈറ്റിക് ഫോംസ് ആണ്. ആൻഡ് ദ ഫിഫ്ത് വൺ ഇസ് പൈറനോമൈസിറ്റസ്. പൈറനോമൈസിറ്റസിലും ദ ഫ്രൂട്ട് ബോഡി എന്ന് പറയുന്നത് പെരിത്തീഷ്യം ടൈപ്പ് തന്നെയാണ്. യൂണിറ്റ്യൂണിക്കേറ്റ് ആണ്. യൂണിറ്റ്യൂണിക്കേറ്റ് ഫോർത്ത് വണ്ണിലും ഫിഫ്ത് വണ്ണിലും പെരിത്തീഷ്യൻ ടൈപ്പും ആണ്, യൂണിറ്റ്യൂണിക്കേറ്റും ആണ്, ആൻഡ് നോൺ ഓപ്പർക്കുലേറ്റും ആണ്. ഓക്കെ. ആൻഡ് ലാസ്റ്റ് ക്ലാസ്സസ് ഡിസ്കോമൈസിറ്റസ്. ഡിസ്കോമൈസിറ്റസിൽ ഇവിടെ ഫ്രൂട്ടിംഗ് ബോഡി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓഫ് അപ്പോത്തീഷ്യം ടൈപ്പ് ആണ്. യൂണിറ്റ്യൂണിക്കേറ്റ് ആണ്, ഒരു ഓപ്പർക്കുലം ഉണ്ട് വിത്ത് അപ്പിക്കൽ പോർ. അപ്പിക്കൽ പോറിൽ കാണുന്ന ഒരു ഓപ്പർക്കുലം ഉണ്ട്. ഓക്കെ. അപ്പൊ അത്രേ ഉള്ളൂ അബൌട്ട് ദി സബ്ഡിവിഷൻസ് ഓഫ് ആസ്കോമൈക്കോട്ടിന. നെക്സ്റ്റ് ഇസ് about the subdivisions of Basidiomycotina. അപ്പോൾ ഈ ബെസിഡിയോമൈക്കോട്ടിനയുടെ സബ്ഡിവിഷൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻടു 3 ക്ലാസ്സസ്. ഫസ്റ്റ് വൺ ഇസ് ടീലിയോമൈസിറ്റിസ്. ടീലിയോമൈസിറ്റിസിൽ ഇവിടെ ബെസിഡിയോമൈസിറ്റിസിൽ ഇവിടെ ബെസിഡിയോസ്പോർസ് ആണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവുക. സൈഗോസ്പോർസ് ആബ്സെന്റ് ആണ്. ഓക്കെ. ബെസിഡിയോമൈസിറ്റിസിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറയുന്നത് ഇവിടെ ഏതാണ്? ബെസിഡിയോസ്പോർസ് ആണ്. അപ്പൊ ഈ ക്ലാസ്സില് 3 ക്ലാസ്സസ് ഉണ്ട്, അവിടെ എല്ലാം ബെസിഡിയോസ്പോർസ് ഉണ്ട്. അപ്പൊ ബെസിഡിയോ കാർപ്പ് ചിലതിലുണ്ടാവും, ചിലതിലുണ്ടാവില്ല. അപ്പൊ അതിൽ ഏതൊക്കെയാണ്? ടീലിയോമൈസിറ്റിസില് ബെസിഡിയോ കാർപ്പ് ഉണ്ടാവില്ല. ഓക്കെ. ടീലിയോസ്പോർസ് ഇങ്ങനെ ഈ സ്പോർസ് എങ്ങനെയാണ്? ബെസിഡിയോ കാർപ്പ് ഇല്ല, അതായത് ഫ്രൂട്ടിംഗ് ബോഡി ഇവിടെ കാണില്ല, പ്രസന്റ് അല്ല. ഫ്രൂട്ടിംഗ് സ്പോർസ് ദേ ആർ ഗ്രൂപ്ഡ് ഇൻടു എ സോറെ, അല്ലെങ്കിൽ സ്കാറ്റേർഡ്. ഈ ഹോസ്റ്റിന്റെ ടിഷ്യൂസിൽ തന്നെ സ്കാറ്റേർഡ് ആയിട്ടാണ് ഈ ടീലിയോമൈസിറ്റിസ് ഫംഗസിൽ കാണുന്നത്. ആൻഡ് ഇൻ ഹൈമീനിയോമൈസിറ്റിസിലും ഗാസ്ട്രിയോമൈസിറ്റിസിലും എന്ത് കാണാൻ പറ്റും? വി ക്യാൻ സീ ബെസിഡിയോ കാർപ്പ് കാണാൻ പറ്റും. ഈ ബെസിഡിയ ആർ അറേഞ്ച്ഡ് ഇൻ ദി ഹൈമീനിയം. ഓക്കെ. ഹൈമീനിയം ആദ്യത്തേതിൽ ഹൈമീനിയോമൈസിറ്റിസിലെ ബെസിഡിയം അറേഞ്ച്ഡ് ഇൻ ദ ഹൈമീനിയം ആൻഡ് ആർ കംപ്ലീറ്റ്ലി ഓർ പാർഷ്യലി എക്സ്പോസ്ഡ് അറ്റ് ദി മെച്യൂരിറ്റി. മെച്യൂർ ആകുമ്പോഴത്തേക്കും ഈ ബെസിഡിയ എല്ലാം ഇങ്ങനെ എക്സ്പോസ് ചെയ്തിട്ട്, ഒന്നില്ലെങ്കിൽ മുഴുവനായിട്ട് അല്ലെങ്കിൽ പകുതി എക്സ്പോസ് ചെയ്തിട്ട് ഇരിക്കും. In Hymeneomycetes. Okay. And the third class is Gastromycetes. Here Basidiocarp present ആണ്. Basidia are arranged in the hymenium and are enclosed within the Basidiocarp. Basidiocarpൽ enclose ചെയ്തിട്ടുണ്ട്. And Basidia are septate ആണ്. Okay. അപ്പൊ അതാണ് ബെസിഡിയോമൈക്കോട്ടിനയുടെ 3 ക്ലാസ്സസ്. ടീലിയോമൈസിറ്റിസ്, ഹൈമീനിയോമൈസിറ്റിസ് ആൻഡ് ഗാസ്ട്രിയോമൈസിറ്റിസ്. അതില് ബെസിഡിയോ കാർപ്പ് ഇല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ ടീലിയോമൈസിറ്റിസിലാണ് ബെസിഡിയോ കാർപ്പ് കാണാത്തത്. Then next subdivision is Deuteromycotina. Perfect spore like സൈഗോസ്പോർസ് ഒന്നും കാണില്ല. ആസ്കോസ്പോർസ്, ബെസിഡിയോസ്പോർസ് എന്നിവയെല്ലാം ആബ്സെന്റ് ആയിരിക്കും. അതായത് ഫംഗൈ ഇംപെർഫെക്റ്റൈ എന്നാണ് പറയുന്നത്. Okay. And it is subdivided into 3 classes. Blastomycetes, the first one. Second one, Hypomycetes. And third one, Coelomycetes. First one, Blastomycetes. But Blastomycetes, mycetium, slacking, budding. മൈസിറ്റ ഇല്ല, പക്ഷെ ഡിവിഷൻ എങ്ങനെയാണ് നടക്കുന്നത്? ബഡിങ് സെൽസ് അല്ലെങ്കിൽ വിത്തൗട്ട് പ്രോമൈസീലിയം. ഓക്കെ. ദെൻ ഹൈപ്പോമൈസിറ്റിസില് mycelial forms or sterile or asexual spores are produced directly on the hyphae or on conidiophores produce ചെയ്തിട്ടുണ്ടാവും ഹൈപ്പോമൈസിറ്റിസിൽ. And third one is Coelomycetes. Here mycelial forms present ആണ്. That is asexual spores അല്ലെങ്കിൽ Pycnidium acerbilae ഒക്കെ present ആണ്.
അപ്പൊ ഇതാണ് ഇതിന്റെ ജനറൽ ക്യാരക്ടേഴ്സ്. ഇനി ഇത് ഈ പറഞ്ഞ ഈ സ്പോർട്സിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോരോ ടൈപ്പ് സ്പെസിമെൻ എടുത്ത് പറയുമ്പോഴേ കൂടുതൽ അതിന്റെ സ്പോർട്സും ഇതിന്റെ ക്യാരക്ടേഴ്സും ഒക്കെ മനസ്സിലാവുള്ളൂ. ഇപ്പൊ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ദാറ്റ് ഇസ് ക്ലാസിഫിക്കേഷൻ പ്രൊപ്പോസ്ഡ് ബൈ ഐൻസ്വർത്തിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത്. ഇൻകം മൈക്കോട്ട ഇൻകം ഫംഗൈ രണ്ട് സബ്ഡിവിഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് മെസോമൈക്കോട്ട, ന്യൂമൈക്കോട്ട and Mycota classes ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് into classes and Eumycota divided into 5 subdivisions. സബ്ഡിവിഷൻസിന്റെ ഒക്കെ ക്ലാസ് ആണ് നമ്മളിപ്പോ നോക്കിയിരുന്നത്. Okay. Then next is classification proposed by Alexopoulos and Mims. Alexopoulos-ഉം മിംസും classification 1979. അപ്പം he classified kingdom Mycete ഈ സ്ലൈം മോൾസ് ഉള്ളതിനെയും കൂടെ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്തത്. അലക്സോപോളോസിന്റെ ക്ലാസിഫിക്കേഷൻ മൈസെറ്റെ പിന്നെ ഓഫ് സൂപ്പർ കിങ്ഡം യുക്കാരിയോമൈക്കോട്ടിന. അപ്പൊ ഈ പ്ലേസ്ഡ് ഓൾ ഫംഗസ് സ്ലൈം മോൾസ് ഉള്ളതിനും എങ്ങനെയാണ് സെപ്പറേറ്റ് ഡിവിഷൻ മൈക്കോട്ട ആയിട്ടാണ്. മൈക്കോട്ടയാണ് വീണ്ടും ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് മിക്സോമൈക്കോട്ടിന ആൻഡ് യുമൈക്കോട്ടിന. മിക്സോമൈക്കോട്ടിന യുമൈക്കോട്ടിന ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ആൻഡ് അലക്സോപോലോസിന്റെ ക്ലാസിഫിക്കേഷനിലാണ് ഈ പറഞ്ഞത്. അലക്സോപോലോസിന്റെ മാത്രം അലക്സോപോലോസ് ആൻഡ് മിംസും കൂടി ചേരുമ്പോൾ മൈസെറ്റേനെ ജിംനോമൈക്കോട്ട, മാസ്റ്റിഗോമൈക്കോട്ട ആൻഡ് അമാസ്റ്റിഗോമൈക്കോട്ട എന്ന് പറയുന്ന ഡിവിഷൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണ് ചെയ്തിരുന്നത്. ഓക്കെ. ആൻഡ് അപ്പൊ നമുക്ക് അലക്സോപോലോസ് ആൻഡ് മിംസിന്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാന്ന് നോക്കാം. അലക്സോപോലോസ് ആൻഡ് മിംസ് ഇൻ ക്ലാസിഫിക്കേഷൻ ഇൻക്ലൂഡഡ് 3 ഡിവിഷൻസ്. 3 ഡിവിഷൻസ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ്? ജിംനോമൈക്കോട്ട, മാസ്റ്റിഗോമൈക്കോട്ട ആൻഡ് അമാസ്റ്റിഗോമൈക്കോട്ട. അപ്പൊ അത് തന്നെ he divided into 8 subdivisions. 8 subdivisions ആണുള്ളത്. അതിൽ ജിംനോമൈക്കോട്ടയ്ക്ക് 2 subdivisions ആണുള്ളത്. Carriers of Gymnomycota, Plasmodiogymnomycotina and Mastigomycotae 2 subdivisions, Haplomastigomycotina, Diplomastigomycotina and Amastigomycotina is divided into subdivisions, Zygomycotina, Ascomycotina, Basidiomycotina and Deuteromycotina. Clear? ഇങ്ങനെയാണ് അലക്സോപോലോസ് ആൻഡ് മിംസ് 8 സബ്ഡിവിഷൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് അഗൈൻ ക്ലാസിഫൈഡ് ഇൻ ടു 11 ക്ലാസസ്. ആദ്യത്തെ സബ്ഡിവിഷനിൽ ദാറ്റ് ഈസ് ഹി ഡിവൈഡഡ് ഇൻ ടു കാരിയോമൈസെറ്റസ് ആൻഡ് സെക്കൻഡ് വൺ ഇൻ ടു പ്രോട്ടോസ്റ്റീലിയോമൈസെറ്റസ് ആൻഡ് മിക്സോമൈസെറ്റസ്. Myxomycetes is again classified into subclass Ceratiomyxomycetidae, Myxogastromycetidae, Geminitiomycetidae. ഓക്കെ, മിക്സോമൈറ്റസിന് 3 സബ് ക്ലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് മാസ്റ്റിഗോമൈക്കോട്ടയുടെ സബ് ഡിവിഷൻസ് ആണ് ഹാപ്ലോമാസ്റ്റിഗോമൈക്കോട്ട, ഹാപ്ലോമാസ്റ്റിഗോമൈക്കോട്ടിന ആൻഡ് ഡിപ്ലോമാസ്റ്റിഗോമൈക്കോട്ടിന. Okay, Haplomastigomycotina is again divided into 3 classes, that is Chytridiomycetes, Hypochytridiomycetes, Plasmodiophoramycetes. Haplomastigomycotinയുടെ classes and Diplomastigomycotinയുടെ classes it is again divided into class Oomycetes. Then subdivisions of Amastigomycota. Amastigomycotയുടെ subdivisions എന്ന് പറയുന്നത് that is class
classes Zygomycetes and Trichomycetes. Then Ascomycotinide class എന്ന് പറയുന്നത് it is Ascomycetes. അതിന്റെ subclass ആണ് Hemiascomycetidae, Plectomycetidae, Hymenioascomycetidae, Lobuliomycetidae, Loculioascomycetidae. Okay. Then Basidiomycotina subdivision. Basidiomycotinide class ആണ് Basidiomycetes. And it is divided into subclasses Holobasidiomycetidae, Prachnobasidiomycetidae, and Teleomycetidae. Okay. Next subdivision Deuteriomycotina. Deuteriomycotinide form class ആണ്. Class അല്ല, form class ആണ്. That is Deuteriomycetes, and form subclass Blastomycetidae, Telomycetidae, Hypomycetidae. Okay. So these are the subdivisions. Subdivisions പഠിച്ചേക്കുക. Zygomycotina, Ascomycotina, Basidiomycotina, and Deuteriomycotina. അപ്പൊ ഈ പേര് ബൈ ഹാർട്ട് ആക്കി പഠിക്കാൻ പറ്റുന്നവരെ എഴുതി വൃത്തിയായി പഠിച്ചേക്കുക. അപ്പൊ ഇത്രയും തന്നെ ഇതിൽ മെയിൻ ആയിട്ട് നോക്കേണ്ടത് അലക്സോപോൾഡൂസ് ആൻഡ് മിംസിന്റെ ക്ലാസിഫിക്കേഷൻ ഇയർ, അതായത് 1979 ക്ലാസിഫൈഡ്. അപ്പം ഇതിൽ he placed all fungi including slime molds into the kingdom Mycetae. മൈസെറ്റയിലാണ് കിങ്ഡം മൈസെറ്റയിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. എന്നിട്ട് ഇപ്പൊ ഇതിന് 3 ഡിവിഷൻസ് ഉണ്ട്. 3 ഡിവിഷൻസിന്റെ പേര് പഠിക്കുക, 8 സബ് ഡിവിഷൻസിന്റെ പേര് പഠിക്കുക, ദെൻ 11 ക്ലാസസിന്റെ പേരും. ഓക്കെ. അപ്പൊ അത്രയും പഠിച്ചേക്കുക. Then next is about classification by at present follow ചെയ്യുന്നത് Ainsworth and Bixby's classification. Ainsworth and Bixby യുടെ ക്ലാസിഫിക്കേഷൻ അത് ഏതിലാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഡിക്ഷണറി ഓഫ് ഫംഗൈ. ഡിക്ഷണറി ഓഫ് ഫംഗൈ എന്ന് പറയുന്ന ബുക്കിലാണ് പബ്ലിഷ് ചെയ്തത് in 1983. ഓക്കെ. അപ്പൊ അത് ദിസ് ബുക്ക് ഈസ് ബേസ്ഡ് ഓൺ ദി ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ്ഡ് ബൈ ഐൻസ്വർത്ത്. ഐൻസ്വർത്തിന്റെ ക്ലാസിഫിക്കേഷനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മളിപ്പോ ഐൻസ്വർത്തിന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, അതേപോലെ തന്നെയാണ് ഐൻസ്വർത്ത് ആൻഡ് ബിസ്ബീസ് ക്ലാസിഫിക്കേഷൻ. അപ്പൊ ഇതാണ് അറ്റ് പ്രസന്റ് ഫോളോ ചെയ്യുന്നത്. പിന്നെ ഐൻസ്വർത്തിന്റെ ക്ലാസിഫിക്കേഷനും ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഐൻസ്വർത്ത് ആൻഡ് ബിസ്ബിയുടെ ക്ലാസിഫിക്കേഷനിൽ കിങ്ഡം മൈക്കോട്ട ആയിട്ട് തന്നെയാണ് കിങ്ഡം മൈക്കോട്ട അറിയപ്പെടുന്നത്. അപ്പൊ ഈ കിങ്ഡം മൈക്കോട്ടയില് ഇറ്റ് ഇൻക്ലൂഡ്സ് സ്ലൈം മോൾസും ഫംഗയും ഇൻക്ലൂഡഡ് ആണ്. ഐൻസ്വർത്തിന്റെ ക്ലാസിഫിക്കേഷനിൽ കിങ്ഡം മൈക്കോട്ട, അതില് നമ്മൾ 2 സബ് ഡിവിഷൻസ് അല്ലേ പറഞ്ഞിരുന്നത്, സോറി 2 ഡിവിഷൻ. കിങ്ഡം മൈക്കോട്ട ഡിവൈഡഡ് ഇൻടു 2 മിക്സോമൈക്കോട്ട ആൻഡ് യൂമൈക്കോട്ട. ഇവിടെ അതുപോലെ തന്നെ കിങ്ഡം മൈക്കോട്ടയാണ്, അതായത് കിങ്ഡം ഫംഗൈ ഓർ കിങ്ഡം മൈക്കോട്ട എന്നാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഫംഗൈ ആൻഡ് സ്ലൈം മോൾസ്. ആൻഡ് 2 ഡിവിഷൻ ഉണ്ട്. മിക്സോമൈക്കോട്ട നമ്മൾ ഐൻസ്വർത്തിന്റെ ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞ പോലെ തന്നെ സ്ലൈം മോൾസ് ആണ് അതിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്നത്. And next division is Eumycota or true fungi. It is further divided into subdivisions. Subdivisions മുന്നേ പറഞ്ഞ പോലെ തന്നെ Mastigomycota, Mastigomycotina, Zygomycotina, Ascomycotina, Basidiomycotina and Deuteromycotina. Okay. അപ്പൊ ഈ സബ്ഡിവിഷൻസ് എല്ലാം ഫർദർ ക്ലാസിഫൈഡ് ഇൻ ടു ക്ലാസസ്, സബ് ക്ലാസസ്, ഓർഡർ, ഫാമിലീസ് ആൻഡ് ജെനറ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സബ് ഡിവിഷൻസ് ഇത്രയും തന്നെയാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അപ്പൊ റിപ്പീറ്റ് ചെയ്തിട്ട് വീണ്ടും ആ സബ് ഡിവിഷനും അതിന്റെ ക്യാരക്ടേഴ്സും പറയുന്നില്ല. അപ്പൊ സെയിം തന്നെയാണ് ഐൻസ്വർത്തിന്റെ ക്ലാസിഫിക്കേഷൻ. ഐൻസ്വർത്തും ബിസ്ബിയും കൂടെ 1973 ഹി പബ്ലിഷ്ഡ് ഇൻ ദി ഡിക്ഷണറി ഓഫ് ഫംഗൈ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പൊ ഇത്രയാണ് ഐൻസ്വർത്ത് ആൻഡ് ബിസ്ബിയുടെ ക്ലാസിഫിക്കേഷനിൽ ഉള്ളത്. സെയിം അതിന്റെ മോഡിഫൈഡ് വേർഷൻ ആണ് പ്രപ്പോസ്ഡ് ബൈ
Heinz birth in 1973. Okay. അപ്പം ഇപ്പൊ ജസ്റ്റ് ഇപ്പം ഓരോരോ ക്ലാസിഫിക്കേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പം നമുക്ക് പഠിക്കാനുള്ളത് ഇതിന്റെ ഓരോരോ സബ് ഡിവിഷൻ, ദാറ്റ് ഇസ് മാസ്റ്റിഗോമൈക്കോട്ടിന, സൈഗോമൈക്കോട്ടിന, ആസ്കോമൈക്കോട്ടിന, ബെസിഡിയോമൈക്കോട്ടിന ആൻഡ് ഡ്യൂട്ടറോമൈക്കോട്ടിന. ഈ സബ് ഡിവിഷൻസ് പഠിക്കാനായിട്ട് അതിന്റെ ഓരോന്നിന്റെ ടൈപ്പും എക്സാമ്പിൾസും അതിന്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ അല്ലെങ്കിൽ അതിന്റെ സ്പെസിഫിക് ക്യാരക്ടേഴ്സ് ഒക്കെയാണ് പഠിക്കാനുള്ളത്. അപ്പൊ അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.